നമസ്കാരം. മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 24 ചൊവ്വാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ആവശ്യമായ ദിവസമാണിത്. മാതാപിതാക്കൾക്കോ പ്രിയപ്പെട്ടവർക്കോ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. ഉദരസംബന്ധമായ അസുഖങ്ങളോ ഛർദിയോ അലട്ടാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വേണം. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളെ പരിചയപ്പെടാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും സാധിക്കും. അപ്രതീക്ഷിതമായ സമ്മാനങ്ങൾ ലഭിക്കാൻ യോഗമുണ്ട്. ദാമ്പത്യ സൗഖ്യം, തൊഴിൽ വിജയം, സാമ്പത്തിക നേട്ടം എന്നിവ ഈ ദിവസത്തിന്റെ സവിശേഷതകളാണ്. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. കൂട്ടുകെട്ടുകളിൽ അതീവ ജാഗ്രത പാലിക്കേണ്ട ദിവസമാണിത്. ദുർപ്രവർത്തികളിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാമ്പത്തിക പ്രയാസങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ കരുതലോടെ നീങ്ങുക. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ പേരും പ്രശസ്തിയും ലഭിക്കുന്ന ദിവസമാണിത്. കർമ്മ മേഖലയിൽ അവിശ്വസനീയമായ വളർച്ചയുണ്ടാകും. മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന അനുകൂലമായ സമയമാണിത്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും വർദ്ധിക്കും. സാമ്പത്തിക ലാഭത്തോടൊപ്പം വാഹന ഭാഗ്യവും ഈ രാശിക്കാർക്ക് ഇന്ന് കാണുന്നു. ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കാനും കുടുംബത്തോടൊപ്പം താമസിക്കാനും സാഹചര്യം ഒരുങ്ങും. കന്യരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. സാമ്പത്തിക ഇടപാടുകളിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ്. അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാനും പണനഷ്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട്. വിലപ്പെട്ട വസ്തുക്കൾ കൈമോശം വരാതെ സൂക്ഷിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബാംഗങ്ങൾ തമ്മിലോ സഹോദരങ്ങൾ തമ്മിലോ നിസ്സാര കാര്യങ്ങൾക്ക് കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പിടുമ്പോൾ കൃത്യമായി വായിച്ചു നോക്കുക. ചതിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത വേണം. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ദീർഘകാലമായുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്ന ദിവസമാണിത്. കുടുംബസൗഖ്യം, തൊഴിൽ വിജയം, കീർത്തി എന്നിവ കൈവരും. അപ്രതീക്ഷിതമായ സമ്മാനങ്ങൾ ലഭിക്കാനും സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. സമൂഹത്തിൽ മാന്യതയും പ്രശസ്തിയും വർദ്ധിക്കും. മറ്റുള്ളവരാൽ ആദരിക്കപ്പെടാൻ സാഹചര്യം ഉണ്ടാകും. സംസാരത്തിലെ ചാതുര്യം വഴി കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ബന്ധുക്കളുടെ സമാഗമം മനസ്സിന് സന്തോഷം നൽകും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതീവ നിയന്ത്രണം പാലിക്കുക. അപ്രതീക്ഷിതമായ അപകടങ്ങൾക്കോ മുറിവുകൾക്കോ സാധ്യതയുള്ളതിനാൽ യാത്രകളിലും പ്രവൃത്തികളിലും ശ്രദ്ധ വേണം. സാമ്പത്തിക ഇടപാടുകളിൽ തിരിച്ചടികൾ ഉണ്ടാകാതെ നോക്കണം. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ശാരീരികമായ തളർച്ചയോ ആരോഗ്യ പ്രശ്നങ്ങളോ അലട്ടിയേക്കാം. വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത കരുതൽ ഈ ദിവസം ആവശ്യമാണ്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ഭാഗ്യാനുഭവങ്ങളും ധനനേട്ടവും നിറഞ്ഞ ദിവസമാണിത്. മനസ്സന്തോഷം വർദ്ധിക്കും. കലാകാരന്മാർക്ക് പ്രശസ്തിയും പുതിയ അവസരങ്ങളും ലഭിക്കും. സാമൂഹിക രംഗത്ത് സജീവമായി ഇടപെടാനും ശോഭിക്കാനും സാധിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.